ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിന്റെയും മകന്റെയും വസതികളിൽ ഇഡി റെയ്ഡ്. മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് പരിശോധന. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും മർവ കെ ഷഹീർ ചേരുകയാണ്. മർവ, ഭൂപേഷ് ബാഗേലും മകനും കുറെ നാളായി ഈ കേസുകളിൽ പെട്ടിട്ടാണ് ഉള്ളത്. ഇപ്പോൾ ഇഡി റെയ്ഡിൽ എന്തെങ്കിലും നിർണായകമായ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ടോ? എപ്പോഴായിരുന്നു റെയ്ഡ്? വിവരങ്ങൾ. ലക്ഷ്മി പത്മ, ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുമായ ഭൂപേഷ് ബാഗലിന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഭൂപേഷ് ബാഗലിന്റെയും മകൻ ചൈതന്യ ബഗേലിന്റെയും വീട്ടിൽ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട 14 ഇടങ്ങളിലാണ് ഒരേ സമയത്ത് ഇന്ന് രാവിലെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഭൂപേഷ് ബഗേലിന്റെ ഏറ്റവും അടുത്ത അനുയായിയുടെ വീട്ടിലും റെയ്ഡ് നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിൽ ഇ ഡി പറയുന്നത് നിർണായകമായ ചില രേഖകൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇ ഡി പറഞ്ഞിട്ടുള്ളത്. ഈ കേസിന് ആസ്പദമായ സംഭവം 2019-2022 കാലഘട്ടത്തിലാണ്. അതായത് ആ സമയത്താണ് ഭൂപേഷ് ബഗേൽ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. ഈ സമയത്ത് മദ്യ നയ അഴിമതിയിലൂടെ ഖജനാവിന് വലിയൊരു നഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ കേസ്. ഇതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ള ഒരു കേസാണിത്. ഈ കേസുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, കോൺഗ്രസ് MLA-മാർ, IAS ഉദ്യോഗസ്ഥർ, ITS ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഏകദേശം 205 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തത്. 2161 കോടി രൂപയുടെ അഴിമതിയാണ് ഈ ഇതിൽ നടന്നിട്ടുള്ളത് എന്നാണ് ഇ ഡി പറയുന്നത്. ഇതിൽ മുഖ്യ പ്രതിയായിട്ടുള്ള അൻവർ ദേബറാണ് ഈ പൈസ ഈ മദ്യ വിൽപ്പനക്കാരിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇ ഡി പറയുന്നത്. മാത്രമല്ല, ഇതിൽ 776 കോടിയോളം രൂപ രാഷ്ട്രീയക്കാർക്ക് നൽകുകയും ചെയ്തതായും ഈ കേസിൽ പറയുന്നുണ്ട്. 2023 ഈ കേസിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. PMLP ആക്ട് പ്രകാരമുള്ള ഒരു കേസ് കൂടിയായിരുന്നു ഇത്. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിലോടുകൂടി ഈ കേസിൽ ഇ ഡി അന്വേഷണം സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. പിന്നീടും ഈ കേസുമായി തുടർന്ന് വേറൊരു FIR ഇട്ടുകൊണ്ട് ഇ ഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ആ കേസിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ റെയ്ഡ് നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഭൂപേഷ് ബാഗലുമായി ബന്ധപ്പെട്ട ഓഫീസ് ഇപ്പോൾ ഇതിലൊരു വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. 7 വർഷമായി തുടരുന്ന ഒരു കള്ളക്കേസാണിത്. സുപ്രീം കോടതി പോലും ഇത് തള്ളിക്കളഞ്ഞിട്ടും ഇ ഡി ഈ കള്ളക്കേസുമായി മുന്നോട്ട് പോവുകയാണെന്നാണ് ഭൂപേഷ് ബഗൽ പറയുന്നത്. മാത്രമല്ല, നാഷണൽ ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.